ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് പാർട്ട് 6. അത്രയും സമയം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അനാഥത്വം ഇല്ലാതായതുപോലെ ഈശ്വരി നന്ദയ്ക്കരികിലേക്ക് ചേർന്നിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ നന്ദ ഈശ്വരിയുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ച് തലോടി. അതിനിടയിൽ അവൾ കണ്ടു, താനാണ് വരാൻ വൈകിയത്. പക്ഷേ തനിക്ക് മുൻപേ തന്റെ വീട്ടുകാർ എല്ലാരും തന്നെ എത്തിയിരിക്കുന്നു. അമ്മ, കുട്ടൻ, ലത, മായ, വേണു, ശില്പ എല്ലാരും ഉണ്ട്. അമ്മ വന്ന് കൈ നീട്ടിയതോടെ അക്കു അവർക്കരികിലേക്ക് ചെന്നു. അക്കുവിന് പനിയാണെന്ന് രേവതി ടീച്ചർ തലേന്ന് രാവിലെ വിളിച്ചപ്പോൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവളെ അവർ തോളിൽ കിടത്തി. ബഹളവും കരച്ചിലും അസുഖവും അക്കു ആകെ ഭയന്ന് അവരെ കെട്ടിപ്പിടിച്ചു. രേവതി ടീച്ചർ ഇന്നലെ സന്ധ്യയ്ക്ക് തന്നെ വിവരം അറിഞ്ഞിരുന്നു. ജോർജ് വിളിച്ചു പറഞ്ഞതാണ്. അന്നൊരിക്കൽ താൻ അവളെ ഉണ്ണിയുടെ അടുത്തേക്ക് വിളിച്ചു. ഇനിയും ഒരിക്കൽ കൂടി താനത് ആവർത്തിക്കില്ലെന്ന് രേവതി ടീച്ചർ തീരുമാനിച്ചിരുന്നു. ഒരു ഫോർലോങ് അപ്പുറത്ത് ചെറിയൊരു തോടുണ്ട്. ഉണ്ണികൃഷ്ണൻ അവിടെ പോയിരിക്കുകയായിരുന്നു. ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുങ്ങിക്കുളിക്കാൻ. തറ്റുടുത്ത് പടി മുങ്ങി. അയാൾ വന്ന് മൃതശരീരത്തിന്റെ കാൽക്കലിരുന്നു. മുടിയിൽ നിന്ന് മുഖം വഴി ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് അയാളുടെ കണ്ണീർ വേർതിരിച്ച് കാണാൻ ആർക്കും കഴിഞ്ഞില്ല. കർമ്മി അയാളുടെ വിരലിൽ ദർഭയുടെ പവിത്രം കെട്ടി. ഉണ്ണികൃഷ്ണൻ ബലികർമ്മങ്ങൾ ആരംഭിച്ചു. നന്ദ ഈശ്വരിയുടെ പിടിപിടിച്ച് എഴുന്നേറ്റു. അവൾ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറി. ചിരപരിചിതമായ തറയിൽ വീണ്ടും അവളുടെ കാൽപ്പാടുകൾ പതിഞ്ഞു. എവിടേക്കോ തങ്ങി ഒതുങ്ങി നിന്നിരുന്ന തന്റെ ഗന്ധവും നിശ്വാസവും മടങ്ങി വന്ന് പുലുകുന്നൊരനുഭവം. നന്ദ നിന്നുപോയി. മോളെ, മുകുന്ദം വിളിക്കുന്നത് പോലെ തന്നോട് മാപ്പ് പറയാൻ വീട്ടിൽ വന്ന ആ മുഖം. മാപ്പ് പറയാതെ മരിച്ചാൽ ആത്മാവിന് പോലും ഗതി കിട്ടില്ലെന്നുള്ള ആ സംഭാഷണം. ഈ മരണം അച്ഛൻ മുൻകൂട്ടി കണ്ടിരുന്നുവോ? നന്ദ കുളിമുറിക്കുള്ളിൽ കയറി. നിന്ന നിൽപ്പിൽ തന്നെ ഷവർ ഓൺ ചെയ്തു. കുളിച്ചു. അതേപടി ഇറങ്ങി വന്നു. എല്ലാ മിഴികളും നന്ദയിലായി. രേവതി ടീച്ചറും ഒന്നമ്പരന്നു. നന്ദ ഉണ്ണികൃഷ്ണന്റെ പിന്നിലിരുന്നു. അക്കു ടീച്ചറിന്റെ ചുമലിൽ നിന്നും പിടഞ്ഞിറങ്ങി വന്ന് നന്ദയെ ചാരി നിന്നു. നനഞ്ഞ വേഷത്തിൽ വന്നിരുന്ന നന്ദയോട് കർമ്മി ചോദിച്ചു, മകളാ? അതെ, നന്ദ ഒട്ടും മടിക്കാതെ പറഞ്ഞു. ആ ശബ്ദം ഉണ്ണികൃഷ്ണൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണിലെ ചുവപ്പിരട്ടിച്ചു. നന്ദയുടെ തോളിൽ കൈ വളച്ചിട്ട് ചാരി നിൽക്കുന്ന കുട്ടി. ഉണ്ണികൃഷ്ണന് ഒരു നിശ്ചലാവസ്ഥ. എന്തു ചെയ്യണം, എന്തു പറയണം എന്ന വിഷമം. അരികിൽ നനഞ്ഞ വസ്ത്രങ്ങളുമായി ഇരിക്കുന്നത് നന്ദയല്ല, ഒരു തീക്കുണ്ടമാണെന്ന് അയാൾക്ക് തോന്നി. കർമ്മി നന്ദയ്ക്ക് ഒരു പവിത്രം നൽകി. അക്കുവിനെ ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് നന്ദ ബലികർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അല്ല, നിന്നോടാര് പറഞ്ഞു കർമ്മം ചെയ്യാൻ? പെട്ടെന്ന് പന്തലിനുള്ളിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. സംസ്കാര കർമ്മങ്ങൾക്കായി വളപ്പിൽ നിന്നിരുന്ന മാവ് വെട്ടിമുറിക്കുകയായിരുന്നു ശിവൻകുട്ടി. ഇടയ്ക്ക് പന്തലിലേക്ക് വരുമ്പോഴാണ് അയാൾ നന്ദയെ കണ്ടത്. നീ ആരാ ഇവിടുത്തെ? ചെറുക്കനെ കുറിച്ച് പോക്കൃത്തര എഴുതി കോടതിക്ക് കൊടുത്ത് ബന്ധവും പിരിഞ്ഞു പോയിട്ടിപ്പോ വന്നേക്കുന്നോ കർമ്മം ചെയ്യാൻ? എഴുന്നേൽക്കടി. ശിവൻകുട്ടി ക്രുദ്ധനായി. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? നിനക്കെന്തുവാടി ഇവിടെ കാര്യം? നന്ദ മെല്ലെ എഴുന്നേറ്റു. വെളിയിലോട്ട് ഇറങ്ങടി. എടി ഇറങ്ങാൻ. ശിവൻകുട്ടി നന്ദയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. എല്ലാരും കേൾക്കണേ, ഇന്നലെ എന്റെ അളിയന്റെ ജീവൻ നൂലിന്മേൽ തൂങ്ങി ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് ആടുമ്പോ ദേ ഈ ഉണ്ണികൃഷ്ണൻ എവിടായിരുന്നെന്നറിയാമോ? മുഖം ഗിനിച്ചിരുന്ന ഉണ്ണികൃഷ്ണനെ തൊട്ട് ശിവൻകുട്ടി ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഇവള് പരാതി കൊടുത്ത് പിടിപ്പിച്ചതാ. അത്യന്തം രൂക്ഷമായി ശിവൻകുട്ടി തുടർന്നു. അവളെ കൊല്ലാൻ ചെന്നു. കൊല്ലുകയായിരുന്നു ചെയ്യേണ്ടത്. മരിക്കാൻ നേരം അളിയൻ കണ്ണു തുറന്നു. ഉണ്ണിയെ കാണണോന്ന് പറഞ്ഞു. എങ്ങനാ കാണുന്നേ? അവൻ പോലീസ് സ്റ്റേഷനിലല്ലേ. ഒരേ ഒരു മകനെ കാണാണ്ട് കണ്ണടച്ചു അളിയൻ. ഇവൾ ഒറ്റ ഒരുത്തി കാരണം. എന്നിട്ട് അവള് വന്നിരിക്കുന്നു കള്ളക്കണ്ണീരും കൊണ്ട് ബലിയിടാൻ. അളിയന്റെ ആത്മാവ് അത് സഹിക്കുകയില്ല. ഞാൻ അതിന് സമ്മതിക്കുകയില്ല. ഇറങ്ങ്, വെളിയിലോട്ട് ഇറങ്ങ്. എല്ലാ കണ്ണുകളും ഒരു കുറ്റപ്പെടുത്തലിന്റെ മുനയോടെ നന്ദയിലേക്ക് നീണ്ടു. രേവതി ടീച്ചറിനും കഥ മനസ്സിലായില്ല. ശിവൻകുട്ടി നന്ദയെ പിടിച്ച് തള്ളുക തന്നെ ചെയ്തു. ഇറങ്ങിക്കോ ശിവൻകുട്ടി. പൊട്ടിത്തകർന്ന ആ നിലവിളി ഈശ്വരിയുടേതായിരുന്നു. അവളെ തടയണ്ട, അവള് ചെയ്തോട്ടെ. ശിവൻകുട്ടി ഞെട്ടിപ്പോയി. ഇച്ചേച്ചി ഇവള്? എനിക്കറിയാം, എന്നാൽ അവള് ചെയ്തോട്ടെ, എനിക്കത് സമ്മതമാ. ശിവൻകുട്ടിയുടെ മുഖം കുടം പോലെ വീർത്തു. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കി. ഉണ്ണികൃഷ്ണനെ മുഖം കുനിച്ചപടി ഇരിക്കുകയായിരുന്നു അവൻ. പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും മരിച്ച ആത്മാവിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ പൂർണ്ണ മനസ്സോടെ വന്ന ഒരാളെ തടസ്സം ചെയ്യേണ്ടതില്ലെന്ന അഭിപ്രായമായിരുന്നു കൂടി നിന്നവർക്കും.
അതുകൊണ്ട് ആരും എതിര് പറഞ്ഞില്ല. ശിവൻകുട്ടിക്ക് ദേഷ്യവും അപമാനവും തോന്നി. നന്ദ വീണ്ടും ഇരുന്നു. കർമ്മി വീണ്ടും നന്ദയ്ക്ക് ആചാരങ്ങളും മന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തു. എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീയുണ്ട്. നിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ അങ്ങനെ നിനക്കാരുണ്ട്? ഒരിക്കൽ അച്ഛൻ തന്നോട് ചോദിച്ച ചോദ്യം എത്ര ശരിയാണെന്ന് ഉണ്ണികൃഷ്ണൻ ആ നിമിഷം ഓർത്തു. അവൾ നന്ദയെ നോക്കി. അച്ഛന് വായ്ക്കരിയിടുകയാണവൾ. കർമ്മങ്ങൾ പൂർത്തിയാക്കി ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ നന്ദയുടെ മനസ്സും മൂഖം മന്ത്രിച്ചു. അച്ഛന്റെ വാദമുഖങ്ങളും ആഗ്രഹങ്ങളും തെറ്റായിരുന്നില്ല. ഞാൻ ഒരിക്കലും അച്ഛനെ ശപിച്ചിട്ടില്ല. തന്റെ പ്രവൃത്തികൾ അച്ഛന്റെ മനസ്സിന് എന്തെങ്കിലും നൊമ്പരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മകൾ മാപ്പ് ചോദിക്കുന്നു, പുറത്തു തരണം. കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിഞ്ഞ് നന്ദ പെട്ടെന്നൊരു ശക്തമായ നടുക്കത്തിൽപ്പെട്ടതുപോലെ നിന്നുപോയി. ഹരി പിന്നിൽ അവളെ തറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നന്ദ അക്കുവിനെ പൊക്കിയെടുത്ത് തോളിലിട്ടു. എന്നിട്ട് ഹരിക്കരികിലേക്ക് വന്നു. പോകാമെന്ന് പറയുന്നത് പോലെ. ഹരി സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. നന്ദ ഉണ്ണികൃഷ്ണന്റെ അരികിൽ. ഒരുമിച്ചവർ ബലികർമ്മങ്ങൾ ചെയ്യുന്നു. ഹരി ഉണ്ണികൃഷ്ണനെ ആദ്യമായി കാണുകയായിരുന്നു. എത്ര ചെറുപ്പം, എത്ര സ്മാർട്ട്, ഒരുപക്ഷേ തന്നേക്കാൾ സുന്ദരൻ. നന്ദയ്ക്ക് തന്നേക്കാൾ അനുയോജ്യൻ അയാൾ തന്നെയാണോ? ഉച്ചയ്ക്ക് പണിക്കാർ വർക്ക് നിർത്തി ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഹരി സെൽഫോണിൽ വീട്ടിലേക്ക് വിളിച്ചത്. അക്കുവിന്റെ വിവരം അറിയാൻ. ചേച്ചമ്മയാണ് വിവരങ്ങൾ പറഞ്ഞത്. നന്ദ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ മരിച്ചു, അങ്ങോട്ട് പോവുകയാണെന്ന്. ഹരി കേട്ടപാടെ കാറും എടുത്ത് വരികയായിരുന്നു. ഹരി കണ്ടു രേവതി ടീച്ചർ, അശോകൻ, ലത, മായ, വേണു, കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ നന്ദ പിരിഞ്ഞു പോന്നുവെങ്കിലും ആരും ബന്ധം വിട്ടിട്ടില്ല. തുടരുന്നു. എന്താണിതിനർത്ഥം? ഇടയിൽ ഇപ്പോൾ ശരിക്കും ഒരു അധികപ്പറ്റ് താനാണ്. ഹരിയുടെ മുഖം അപകർഷതയിൽ ഒന്നിരണ്ടു. ഹരി തിരിഞ്ഞു നടന്നു. മൃതദേഹം ചിതയിലേക്ക് എടുക്കാനുള്ള തിരക്കിലാണ്. മറ്റു വേണ്ടപ്പെട്ട ബന്ധുക്കൾ അരിയും പൂവും അർപ്പിച്ച് ആത്മാവിന് വേണ്ടി മൃതശരീരത്തെ വണങ്ങുന്നു. ഹരി കാറിന്റെ ഡോർ തുറന്നിട്ടൊന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദ അക്കുവിനെയും കൊണ്ട് തൊട്ടു പിന്നിലുണ്ട്. അയാൾ അക്കുവിനെ വാങ്ങി തോളിലിട്ട് കാറിലേക്ക് കയറി. നന്ദയും കൂടെ കയറാനാഞ്ഞു. സംസ്കാരം കൂടുന്നില്ലേ? ഹരി ചോദിച്ചു. ആ സ്വരത്തിൽ തീരെ മാർദ്ദവും ഉണ്ടായിരുന്നില്ല. ഇല്ല. എന്താ? ഇത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. വേണമെങ്കിൽ 2-4 ദിവസം ഇവിടെ തങ്ങാം. ഇവിടെ ഉള്ളവർക്ക് അതൊരു ആശ്വാസമാകും. ഹരി പറഞ്ഞ അതേ സ്വരത്തിൽ. അത് കഴിഞ്ഞാലോ? നന്ദ ചോദിച്ചു. പിന്നെ ഇഷ്ടം പോലെ. മരിച്ചുപോയാൽ എനിക്ക് അച്ഛനായിരുന്നു, അതുകൊണ്ട് വന്നു. വായ്ക്കരി ഇട്ടു. ഇനി താമസിക്കുന്ന എന്തിന്? ജീവിച്ചിരിക്കുന്നവർക്ക് വായ്ക്കരി ഇടാനോ? അല്പം മാർദ്ദവം കുറഞ്ഞിരുന്നു നന്ദയുടെ സ്വരത്തിലും. ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹരിക്ക് തോന്നുന്നെങ്കിൽ തീരുമാനിക്കേ. ഞാൻ എന്തു വേണമെന്ന് അനുസരിക്കാം. ഹരി മറുപടി പറഞ്ഞില്ല. അമ്മ വാ. അക്കു ചിണുങ്ങി. മൃതശരീരം ചിതയിലേക്ക് നീങ്ങുകയാണ്. നിലവിളികളും ജനങ്ങളും പിന്തുടരുന്നു. നന്ദ സീറ്റിലേക്ക് കടന്നിരുന്നു. അക്കു അവളുടെ മടിയിലേക്ക് കടന്നിരുന്നു. കഴുത്തിലൂടെ കൈകൾ വളച്ചിട്ട് നെഞ്ചോടൊട്ടിക്കിടന്നു. നന്ദ ഡോർ അടച്ചു. ഹരി വണ്ടി വിട്ടു. യാത്രക്കിടയിൽ ഇരുവരും മിണ്ടിയില്ല. അക്കു ഉറങ്ങിപ്പോയിരുന്നു. ശ്രീനിലയത്തിന്റെ മുൻപിൽ വണ്ടി നിൽക്കുമ്പോൾ ഹരി പറഞ്ഞു, വിവാഹമോചനവും പുനർവിവാഹവും അത്ര അസാധാരണമായ കാര്യമൊന്നുമല്ല. പക്ഷെ അതിനുശേഷവും ഇങ്ങനെ പഴയ ഭർത്താവിന്റെ വീട്ടുകാർ ഇങ്ങോട്ടും എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവൾ അങ്ങോട്ടും കയറി ഇറങ്ങുന്ന രീതി അല്പം അസാധാരണം തന്നെയാണ്. 1-2 ആകാം, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. നന്ദ മറുപടി പറഞ്ഞില്ല. ഹരി അവളുടെ കയ്യിൽ നിന്ന് അക്കൂനെ എടുത്തു. എന്നിട്ട് നന്ദയെ നോക്കി. മണ്ണും വെള്ളവും കൊടിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രം ആദ്യം മാറ്റ്, എന്നിട്ട് സംസാരിക്കാം. ഹരി അകത്തേക്ക് കയറി. നന്ദ പിന്തുടർന്നു. അക്കുവിനെ കിടത്തിയിട്ട് ഹരി ചെല്ലുമ്പോൾ നന്ദ അവളുടെ മുറിയിൽ കമിഴ്ന്നു കിടക്കുന്നു. ഈറൻ വസ്ത്രം മാറ്റിയിട്ടേയില്ല. അത് മാറ്റാൻ ഹരി വീണ്ടും പറഞ്ഞു. രാത്രിയിൽ ഹരി നോക്കുമ്പോഴും അതേ കിടപ്പ്. ആഹാരം കഴിച്ചതുമില്ല. ഹരിയും പട്ടിണിയായി. രാത്രിയിൽ അയാൾ ഉറങ്ങിയതേയില്ല. മുറിയിൽ വട്ടം ചുറ്റി നടന്നു. പുലർന്നപ്പോൾ നോക്കുമ്പോഴും നന്ദ അതേ കിടപ്പ്. തെല്ല് ദേഷ്യവും കൂടി കലർന്നു ഹരിക്ക്. അയാൾ അകത്തേക്ക് കയറി ചെന്നു. ബലമായി പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. പക്ഷേ നന്ദയുടെ ശരീരം തീ പോലെ പൊള്ളുന്നു. ശക്തമായ പനിയാണ്. അയാൾ വല്ലാതെ തളർന്നു. അക്കുവിന്റെ അസുഖം പകർന്നതാണോ? അതോ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാതെ കിടന്നുറങ്ങിയിട്ടാണോ? അതുമല്ലെങ്കിൽ തന്റെ ഇന്നലത്തെ പ്രകടനം വരുത്തിയ മാനസിക വിക്ഷോഭമാണോ? ഹരിക്ക് വല്ലാത്ത വെപ്രാളമായി, സങ്കടമായി. രാവിലെ ആയതുകൊണ്ട് ഡോക്ടർ ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഹരി ഡോക്ടറുടെ വീട്ടിലേക്ക് വിളിച്ചു. ചുരുക്കത്തിൽ അത്യാവശ്യ കാര്യം പറഞ്ഞു. ഡോക്ടർ വീട്ടിലേക്ക് വരാമെന്നേറ്റു. നന്ദ, ഈ നനഞ്ഞു ചുരുണ്ട വേഷം ഒന്ന് മാറ്റൂ.
പ്ലീസ്. നന്ദ അയാളെ നോക്കി ഒരു നിമിഷം കിടന്നു. പിന്നെ എഴുന്നേറ്റു. വല്ലാതെ തളർന്നിട്ടാവാം അവൾ ഭിത്തിയിൽ ചാരി നിന്നു. നനഞ്ഞ ഷീറ്റ് വലിച്ചു മാറ്റിയിട്ട് മറ്റൊന്നെടുത്ത് അയാൾ തന്നെ വിരിച്ചു. ധരിക്കാൻ ഒരു ഹൗസ് കോട്ടും എടുത്തയാൾ അവൾക്ക് നീട്ടി. പിന്നെ മുറിക്ക് പുറത്തേക്കിറങ്ങി. ഡോക്ടർ ജെയിംസ് വന്നു. അക്കുവിനെ ശുശ്രൂഷിച്ചതിലൂടെ പകർന്നതാകാമെന്ന് ഡോക്ടർ പറഞ്ഞു. വൈറസ് ഫീവർ തന്നെ. 4-5 ദിവസം ഇങ്ങനെ നിൽക്കും. ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ള എല്ലാവർക്കും പകരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ജെയിംസ് നന്ദയ്ക്ക് ഇഞ്ചക്ഷൻ നൽകി, മരുന്നും നൽകി. ഇടയ്ക്കിടെ കോട്ടൺ നനച്ച് നെറ്റിയിലിടാനും നിർദ്ദേശിച്ചു. അക്കുവിനെയും അദ്ദേഹം പരിശോധിച്ചു. അക്കുവിന് ലേശം കുറവുണ്ടായിരുന്നു താനും. ഡോക്ടർ ജെയിംസ് പോയപ്പോൾ കുറെ ഐസ് വാട്ടർ എടുത്ത് കോട്ടൺ നനച്ച് നന്ദയുടെ നെറ്റിയിലേക്ക് ഇട്ടു ഹരി. അമ്മയ്ക്കും പനിയാണോ അച്ഛാ? അക്കു ചോദിച്ചു. എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം, അക്കു പറഞ്ഞു. അവൾ ഹരിയുടെ മടിയിൽ നിന്നിറങ്ങി നന്ദയുടെ ഒപ്പം കയറി കിടന്നു. ഇരുവരും അങ്ങനെ കിടന്നത് കണ്ടപ്പോൾ അഖിലിന് സങ്കടമായി. അവന്റെ കാര്യങ്ങൾ ചേച്ചമ്മ ഏറ്റെടുത്തു. ഹരി തന്റെ വർക്ക് സൈറ്റിലെ സൂപ്പർവൈസറായ ടോണിയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. വർക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ചേ ചെയ്യാവൂ എന്നും കൂട്ടിച്ചേർത്തു. ടോണി കുഴപ്പമില്ല, വിശ്വസിക്കാം. ഹരി നന്ദയ്ക്കരികിൽ തന്നെ ഇരുന്നു. സമയത്തിന് മരുന്നും വെള്ളവും നൽകി. വിശപ്പില്ലാത്തതിനാൽ ആഹാരം വേണ്ട, എങ്കിലും നിർബന്ധിച്ച് അല്പം കഴിപ്പിച്ചു. പനിയുടെ കാഠിന്യം വിടുന്നതുവരെ കോട്ടൺ വീണ്ടും വീണ്ടും നനച്ചിട്ടു. കുറവില്ലെന്ന് കണ്ടാൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായി വരും എന്ന് ഡോക്ടർ ജെയിംസ് പറഞ്ഞിരുന്നു. എങ്ങനെയും രോഗം കുറയ്ക്കാനാണ് ഹരിയുടെ നോട്ടം. ഇടയ്ക്ക് അക്കുവിനെയും പരിചരിച്ചു. 4-5 ദിവസം നന്ദയുടെ അസുഖം കുറവായി. അതിനു മുമ്പ് തന്നെ അക്കുവിന്റെ പനി കുറഞ്ഞിരുന്നു. 4-5 ദിവസം കുളിക്കാതെ കിടന്നതിനാൽ നന്ദ വല്ലാതെ പ്രാകൃതിയായി. എങ്കിലും പനി പൂർണ്ണമായി ഭേദമായിട്ടും ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ടേ നന്ദ കുളിക്കാൻ ഹരി സമ്മതിച്ചുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിരുന്നു. ഭാഗ്യത്തിന് ഹരിക്കോ അഖിലിനോ രോഗം പകർന്നതുമില്ല. കുളിച്ച് വേഷം മാറി നന്ദ വന്നപ്പോഴുണ്ട് മരുന്നും ചൂടുകഞ്ഞിയുമായി ഹരി മുമ്പിൽ റെഡി. അസുഖമൊക്കെ ഭേദമായില്ലേ, ഇനി ഞാൻ എടുത്ത് കഴിച്ചോളാം, നന്ദ പറഞ്ഞു. അസുഖം വരുത്തിയത് ഞാനല്ലേ, അതുകൊണ്ടിത് പ്രായച്ചിത്തമാണ്. നന്ദ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അന്ന് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. തലേന്നവൻ കത്തിയുമായി വന്നത് മുതലുള്ള പ്രശ്നങ്ങൾ ഉള്ളിൽ തിളച്ചുകൊണ്ടിരുന്നതിലാകാം നന്ദ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇപ്പോൾ 6-7 ദിവസം തിരിച്ചും മറിച്ചും ചിന്തിച്ചപ്പോൾ എനിക്കത് ക്ഷമിക്കാൻ കഴിയുന്നു. നന്ദയോടും അയാളോടും. ഞാൻ അന്ന് ഹരിയെ ഉച്ചയ്ക്ക് വരെ വിളിച്ചു. സെൽഫോൺ ഓഫായിരുന്നു, നന്ദ പറഞ്ഞു. പോയത് കൊണ്ട് ഒരു കാര്യം കൂടി അറിഞ്ഞു. അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കുമ്പോൾ മകൻ പോലീസ് സ്റ്റേഷനിലായിരുന്നുവെന്ന്. അതും ഞാൻ പരാതി കൊടുത്തതുകൊണ്ട്. ഓ, ഹരിക്ക് തെല്ല് വിഷമം തോന്നി. ചിലർ എന്നെ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. പക്ഷേ അമ്മ അനുവാദം തന്നു എനിക്ക്. അമ്മയ്ക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. നന്ദ തുടർന്നു പതിയെ. മനുഷ്യരുടെ നന്മ മനസ്സിലാക്കാൻ ഇത്തരം ചെറിയ ചെറിയ നിമിഷങ്ങൾ മാത്രം മതി. ഹരിക്ക് സംഭാഷണം തുടരാൻ തീരെ താല്പര്യം തോന്നിയില്ല. അയാൾ പുറത്തേക്കിറങ്ങി. ഒരു ദിവസം രാധിക LIC ഓഫീസിലെത്തി. മണി ബാക്ക് പോളിസിയുടെ ഒരു സർവൈവൽ ബെനിഫിറ്റ് പൂർത്തിയായതായി ലെറ്റർ കിട്ടി. 2ാം തവണയാണിത്. 7500 രൂപ. അതിന്റെ പേപ്പറുകളും സാലറി കട്ടിങ്ങിന്റെ പാസ്ബുക്കും ഒക്കെ ആയിട്ടാണ് രാധിക വന്നത്. ആദ്യമേ കണ്ടത് ഉണ്ണികൃഷ്ണനെയാണ്. രാധിക ഒന്ന് സംശയിച്ചു. അയാളെ സമീപിക്കണോ? സംശയിക്കുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ രാധികയെ കണ്ടു കഴിഞ്ഞിരുന്നു. രാധിക പേപ്പേഴ്സുമായി അങ്ങോട്ട് നീങ്ങി. എന്താ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. അച്ഛന്റെ മരണം കാരണം ക്ഷീണിച്ചിരുന്നു അയാൾ. മുഖം നിറയെ കുറ്റി രോമങ്ങൾ ഉണ്ടായിരുന്നു. രാധിക തനിക്ക് കിട്ടിയ ലെറ്ററും പേപ്പേഴ്സും പാസ്ബുക്കും കൊടുത്തു. ഉണ്ണികൃഷ്ണൻ അത് നോക്കി. എന്നിട്ട് അതുമായി മറ്റൊരാൾക്ക് അരികിൽ ചെന്നു. അതൊക്കെ നൽകി തിരികെ വന്നു. രാധിക ഇരിക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശരിയാകും, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മുന്നിൽ കിടന്നിരുന്ന കസേരയിൽ രാധിക ഇരുന്നു. അച്ഛന്റെ കർമ്മങ്ങൾ? രാധിക ചോദിച്ചു. 15ഉം 16ഉമായി നടത്തണം. ബലിയൊക്കെ നടക്കുന്നു, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരാൻ? രാധിക നിർത്തി. അല്ല, നന്ദയ്ക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. അച്ഛൻ മരിച്ചതിലോ? അല്ല, മരണത്തിന് കാരണക്കാരിയായതില്. കാരണക്കാരിയായോ? അതെ, ഉണ്ണികൃഷ്ണൻ കത്തിയുമായി ചെന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, സത്യത്തിൽ ആ പെറ്റീഷൻ നൽകിയത് നന്ദയല്ല, ഹരിയാണ്. നന്ദ അറിഞ്ഞതുപോലുമില്ല. ഉണ്ണികൃഷ്ണൻ രാധികയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. രാധികയ്ക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. തെല്ല് ചമ്മിയെങ്കിലും അവൾ പറഞ്ഞു. അല്ല, ഹരിയെ കുറ്റം പറയാൻ പറ്റില്ല. ഭാര്യയെ കൊല്ലാൻ ഒരാൾ കത്തിയുമായി നടക്കുന്നുവെന്നറിഞ്ഞാൽ പ്രതികരിക്കാത്തവൻ ഭർത്താവാണോ? ഭർത്താവ്. ഉണ്ണികൃഷ്ണന്റെ മുഖത്തൊരു പുച്ഛഭാവം നിറഞ്ഞു. ഒരിക്കൽ പരാജയപ്പെട്ടു, ഇനി ഞാൻ പരാജയപ്പെടില്ല. കൊല്ലും ഞാൻ അവളെ. ഉണ്ണികൃഷ്ണന്റെ കണ്ണുകളിൽ പക തിങ്ങി.
അവന്റെ ഒരു പെറ്റീഷൻ. എന്റെ അച്ഛൻ അവസാന നിമിഷത്തിൽ എന്നെ കാണണമെന്ന് ആശിച്ചിട്ട് ആ റാസ്കൽ കാരണം അത് നടന്നില്ല. അവൻ അവളുടെ കൂടെ തന്നെ കഴിയുന്നത് എനിക്കൊന്ന് കാണണം. കൊല്ലും ഞാൻ. രാധികയ്ക്ക് വല്ലാത്തൊരു ദേഷ്യവും പുച്ഛവും തോന്നി. അവൾ ചോദിച്ചു, എന്നാൽ പിന്നെ എന്തിനു വൈകിക്കണം? ഇന്ന് തന്നെ അതങ്ങ് ചെയ്തുകൂടെ? പുച്ഛത്തിൽ തന്നെ രാധിക ശക്തമായ സ്വരത്തിൽ തുടർന്നു. കൊല്ലണം അവളെ, നിങ്ങൾ തന്നെ കൊല്ലണം, ഒറ്റ കുത്തിന്. എന്തിനെന്നോ, നിങ്ങളെപ്പോലൊരുത്തിനെ കുറെ നാളെങ്കിലും ഭർത്താവായി സ്വീകരിച്ചു പോയില്ലേ? ആ കുറ്റത്തിന് കൊല്ലണം. അതെനിക്കും തോന്നിയിട്ടുള്ളതാണ്. ഉണ്ണികൃഷ്ണന്റെ കണ്ണുകളൊന്നു കുറുകി. നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്നപ്പോഴും നിങ്ങളെ ഉപേക്ഷിച്ചു പോന്നപ്പോഴും ഇപ്പോഴും അവൾ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ആ കുറ്റത്തിനും കൊല്ലുക തന്നെ വേണം. രാധിക അതേ ഭാവത്തിൽ തുടർന്നു. നിങ്ങൾ കൊല്ലാൻ കത്തിയുമായി നടക്കുന്ന ഈ സമയത്തും അവളുടെ കണ്ണുകൾ നിങ്ങളെ തേടുന്നുണ്ട്. അറിയോ നിങ്ങൾക്കത്? ശരിക്കും കൊല്ലണ്ടേ അവളെ? ഉണ്ണികൃഷ്ണന്റെ കണ്ണുകൾ ഒന്നുകൂടി കുറുകി. ഒരു ഭർത്താവുമൊത്തുള്ള സുഖജീവിതത്തിന് വേണ്ടിയാണ് അവൾ വീണ്ടും വിവാഹിതയായെന്ന് നിങ്ങൾ കരുതുന്നു. സ്വന്തം വീട്ടിൽ അവൾ അനുഭവിച്ചതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ നിന്നുള്ള രക്ഷപ്പെടലാണ് ഈ വിവാഹം. അതും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യം. പക്ഷേ അവൾ നിങ്ങൾ കെട്ടിയ താലി അഴിച്ചിട്ടില്ല. അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ അയാളെ ഇന്നോളം അനുവദിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഉണ്ണികൃഷ്ണൻ എണീറ്റുപോയി അവിശ്വസനീയതയോടെ. അവളുടെ കഴുത്തിൽ താൻ അന്നാ താലി കണ്ടു. താൻ കെട്ടിയ താലി. താൻ അമ്പരക്കുകയും ചെയ്തു. പക്ഷേ ഇതാണോ പിന്നിലുള്ള സത്യം? എങ്കിൽ പിന്നെ എന്തിനവൾ അയാളെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു? കാത്തിരിക്കാമായിരുന്നില്ലേ? രാധികയുടെ സർവൈവൽ ബെനിഫിറ്റിന്റെ പേപ്പറുമായി ഉണ്ണികൃഷ്ണനിലെ ഏൽപ്പിച്ചിരുന്ന ആൾ വന്നു. അത് രാധികയ്ക്ക് നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ചെക്കും പോളിസി സർട്ടിഫിക്കറ്റും കൂടി അയച്ചു തന്നേക്കാം. ബാക്കി പേപ്പേഴ്സ് ഇതാ. അയാൾ പാസ്ബുക്കും മറ്റും നീട്ടി. അത് വാങ്ങി പോകാൻ എഴുന്നേറ്റുകൊണ്ട് രാധിക പറഞ്ഞു, ഞാൻ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ കത്തി ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. രാധിക ആ പേപ്പേഴ്സും പാസ്ബുക്കും ബാഗിനുള്ളിൽ തന്നെ വെച്ച് മെല്ലെ നടന്നു നീങ്ങി. ഉണ്ണികൃഷ്ണൻ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു ഷോക്കേറ്റതുപോലെ. താൻ കരുതിയതും വിശ്വസിച്ചതും ചെയ്തിരുന്നതും ഒക്കെ വിഡിത്തം. അതൊന്നും സത്യത്തിൽ 7 അയലത്ത് പോലും വരില്ല. താൻ സത്യങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നു നിന്നു. മൂഢസ്വർഗങ്ങളിൽ വിഹരിച്ചു. ചീപ്പായ വാശി മനസ്സിൽ കൊണ്ടു നടന്നു. ഒക്കെ വെതാവിലായി. നന്ദ ഒടുവിൽ അന്യാധീനപ്പെട്ടു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ ഇപ്പോഴും അയാളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എങ്കിൽ പോലും അവൾ അയാളുടെ ഭാര്യയാണ്. അയാൾക്കാണ് അവളിൽ പൂർണ്ണമായ അവകാശം. അതുകൊണ്ട് തന്നെ ഒരാൾ കത്തിയുമായി അവളെ കൊല്ലാൻ വന്നപ്പോൾ അയാൾ പരാതിപ്പെട്ടു. അയാളുടെ ഭാഗത്ത് തെറ്റില്ല. അയാളുടെ സ്ഥാനത്ത് താനാണെങ്കിൽ വീട് കണ്ടുപിടിച്ച് അടി കൊടുക്കുമായിരുന്നു. ഉണ്ണികൃഷ്ണന് എന്തെന്നില്ലാത്തൊരാശ്വാസം തോന്നി. രാധിക വന്നത് നന്നായി. ഈ സത്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും അവളെക്കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുമായിരുന്നു. അച്ഛൻ അവസാന നിമിഷത്തിൽ തന്നെ കാണാൻ ആഗ്രഹിച്ചു. അതിന് കഴിയാതിരുന്നതിന്റെ പക വെച്ചു പുലർത്തുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്തുകൊണ്ടെന്നറിയില്ല, രാധികയോട് സംസാരിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ ഉണ്ണികൃഷ്ണന്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. ചാഞ്ചാട്ടം നിന്നു. അച്ഛന്റെ അനന്തര കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ണികൃഷ്ണനിൽ ആ അസന്തുലിതാവസ്ഥ നിലനിന്നിരുന്നു. ഉണ്ണികൃഷ്ണനിലെ ശാന്തതയും മുഖത്ത് കണ്ട തെളിച്ചവും ഈശ്വരിക്ക് പോലും അത്ഭുതമായി. 24 മണിക്കൂറും കൂടെയുണ്ടായിരുന്ന ആൾ പോയി. ഒന്നും മിണ്ടാതെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അത് ഈശ്വരിയെ വല്ലാതെ തളർത്തിയിരുന്നു. അതിന്റെ കൂടെ മകനും കൂടി പഴയപടി തുടർന്നാൽ ഈശ്വരി ആകെ തളർന്നു പോകുമായിരുന്നു. നന്ദയെ തടയാൻ സമ്മതിക്കാതിരുന്നത് സംബന്ധിച്ച് ശിവൻകുട്ടി പിണക്കത്തിലാണ്. മോളി വന്ന് ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഈശ്വരി ചെന്ന് വിളിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് വരികയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ അവർ പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടുന്ന ആഹാരവും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോകുന്നു. വൈകുന്നേരം നേരത്തെ വരുന്നു. എപ്പോഴും ശബ്ദമുയർത്തുകയും എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്തിരുന്ന ആൾ പോയി. ഇപ്പോൾ സംസാരിക്കാൻ ആളില്ല, വിഷയങ്ങളില്ല. അമ്മയ്ക്കും മകനും ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഉണ്ണികൃഷ്ണന്റെ ഓഫീസിലെ ഡിവിഷണൽ മാനേജർ നന്ദൻ പിള്ള സാറിന്റെ ഹൗസ് വാമിംഗ് വന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു ചടങ്ങ്. ഓഫീസിൽ എല്ലാവരും പോയി. ഉണ്ണികൃഷ്ണനും കൂടുണ്ടായിരുന്നു. ചടങ്ങുകൾക്കിടയിൽ ഉണ്ണികൃഷ്ണൻ കണ്ടു ഒരു കല്ലുകടി പോലെ ഹരി. പ്രധാനപ്പെട്ട റോളിൽ നിന്ന് അയാൾ ഓരോന്നൊക്കെ ചെയ്യുന്നു. നന്ദൻ പിള്ള സാറിന്റെ ആരാണ് അയാൾ? ഉണ്ണികൃഷ്ണൻ ചുറ്റും നോക്കി. നന്ദ വന്നിട്ടുണ്ടോ? ഇടയ്ക്ക് ഹരിയും കണ്ടു ഉണ്ണികൃഷ്ണനെ. അയാൾ ഒന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഒന്നാം തരം വെജിറ്റേറിയൻ സദ്യയായിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിക്കുന്നതിനിടയിൽ നന്ദനൻ പിള്ള സാർ തന്നെ ഹരിയെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ഹരി, ഇയാളാണ് എന്റെ ഈ വീടിന്റെ ഡിസൈനറും
കോൺട്രാക്ടറും ഒക്കെ. ആൾ ബഹുസമർത്ഥനാണ്. ചിരിയോടെ നന്ദൻ പിള്ള സാർ കൂട്ടിച്ചേർത്തു. ഒരു ബിസിനസ് ട്രെൻഡിലാണ് ഞാൻ ഈ ഇൻട്രൊഡ്യൂസിംഗ് നടത്തുന്നത്. ആർക്കെങ്കിലും മനോഹരമായ വീടുകൾ വെക്കണമെങ്കിൽ മിസ്റ്റർ ഹരിയെ വിട്ടു തന്നേക്കാം. ഹരി പുഞ്ചിരിച്ചു ഭവ്യതയോടെ. ഊണ് കഴിഞ്ഞ് കൈ കഴുകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ആ വിളികേട്ട് ഉണ്ണികൃഷ്ണൻ തിരിഞ്ഞു നോക്കി. ഹരിയാണ്. അല്പം സംസാരിക്കണമെന്നുണ്ട്, വിരോധമില്ലെങ്കിൽ, ഹരി പറഞ്ഞു. കൈ കഴുകി തുടച്ച് ഉണ്ണികൃഷ്ണൻ ഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഹരി ഗേറ്റിനപ്പുറത്തെ തൈമാവിൻ ചുവട്ടിലേക്ക് നീങ്ങി നിന്നു. ഉണ്ണികൃഷ്ണനും. മിസ്റ്റർ ഉണ്ണികൃഷ്ണന് ഞാനൊരു പ്രതിയോഗിയോ ശത്രുവോ ഒക്കെയാണല്ലേ? ഹരി ചോദിച്ചു. ആര് പറഞ്ഞു? നിങ്ങൾക്കെതിരെ പെറ്റീഷൻ കൊടുത്തവനല്ലേ ഞാൻ. നിങ്ങളുടെ അച്ഛന്റെ മരണസമയത്ത്. വേണ്ട, അതെന്നെ ഓർമ്മിപ്പിക്കണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സത്യത്തിൽ ഇങ്ങനെ ഒരു ദുരന്തമൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല അങ്ങനെ ചെയ്തത്. വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ മോൾ പറഞ്ഞു അമ്മയെ കൊല്ലാൻ ഒരാൾ വന്നിരിക്കുന്നുവെന്നും. ഉണ്ണികൃഷ്ണനാണെന്ന് നന്ദ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ഒരറ്റംപ്റ്റ് നടത്തിയിട്ടില്ലെന്ന് നന്ദ പറഞ്ഞു. പക്ഷേ ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്ന ഉത്കണ്ഠയും വാശിയും എന്നെ കൊണ്ട് അങ്ങനെ ഒരു പെറ്റീഷൻ കൊടുപ്പിച്ചു. ഐ ആം എക്സ്ട്രീംലി സോറി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഹരിയോ ശ്രദ്ധയോടെ വീക്ഷിച്ചു. താൻ ധരിച്ചതുപോലുള്ള ഒരു പ്രതിയോഗിയല്ലല്ലോ ഇവേ. നന്ദയും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ജീവിതം എനിക്കറിയാം. നിങ്ങൾ പിരിഞ്ഞതും അറിയാം. എല്ലാം മനപ്പാടം. സ്വന്തം വീട്ടിൽ പോലും തല ചായ്ക്കാൻ ഒരിടമില്ലാതിരുന്ന അവസരത്തിലാണ് നന്ദയെ ഞാൻ സ്വീകരിക്കുന്നത്. എന്റെ മക്കൾ തിരഞ്ഞെടുത്തതാണ് അവരെ. മക്കൾക്ക് വേണ്ടിയാണ് അവൾ വന്നതും. എന്നാൽ എനിക്ക് മക്കളുടെ അമ്മയെ മാത്രം പോരാ, ഒരു ഭാര്യയെ കൂടി വേണ്ടിയിരുന്നു. ഇപ്പോഴും ഞാനത് പ്രതീക്ഷിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ വിസ്മയത്തോടെ ഹരിയെ നോക്കി. ഇയാൾ ഇതെന്തിനു തന്നോട് പറയുന്നു? വിവാഹം രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ ഒരു വീട്ടിനുള്ളിൽ കഴിയുന്നു. ഇപ്പോൾ മാസങ്ങളായി. എന്നിട്ടും ഭാര്യയെ പ്രാപിക്കാൻ കഴിയാത്തൊരു കഴിവുകെട്ടനവനായി നിങ്ങൾ എന്നെ കാണണ്ട. എനിക്ക് അത്തരം പ്രാപിക്കലല്ല ആവശ്യം. ഹരി തെല്ലു വിഷമത്തോടെ തുടർന്നു. മനസ്സും ഒന്നായി ഒരുകിച്ചേരുന്ന ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും കൊതിക്കുന്നതും. എന്നെ അക്കാര്യത്തിൽ ഇനി സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ മുഖം ഉയർത്തി വിസ്മയത്തോടെ നോക്കി. നിങ്ങളെ ഞാൻ എന്റെ പ്രതിയോഗിയായും ശത്രുവായും ഒക്കെ കണ്ടതാണ്. നന്ദിക്ക് നിങ്ങളോടുള്ള സ്നേഹാധിക്യം കണ്ട് നിങ്ങളെ ഞാൻ വെറുത്തതുമാണ്. പക്ഷേ അച്ഛന്റെ മരിച്ചടക്ക ചടങ്ങിൽ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. എങ്ങനെ? നന്ദയുടെ മനസ്സ് എന്നിലേക്ക് തിരിയാൻ എന്റെ ഒറ്റ വഴിയെ ശേഷിക്കുന്നുള്ളൂ, ഹരി പറഞ്ഞു. എന്താ അത്? ഉദ്വേഗത്തോടെ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. നിങ്ങൾ ഒരു വിവാഹം ചെയ്യണം. ഒരു സ്ത്രീയെ നിങ്ങളോടൊപ്പം അവൾ കാണണം, ഹരി പറഞ്ഞു. ഉണ്ണികൃഷ്ണന്റെ മുഖത്ത് പുച്ഛരസമോ പരിഹാസമോ നിറഞ്ഞു. എന്റെ ആഗ്രഹം എന്താണെന്നോ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. പറയൂ, ഹരി ഉണ്ണികൃഷ്ണനെ നോക്കി. നിങ്ങൾ മരിക്കണമെന്ന്, ഉണ്ണികൃഷ്ണൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് നന്ദ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്ന്. ഒരു ഷോക്ക്. ഹരി നിന്ന നിലയിൽ തന്നെ നിന്നുപോയി. ഹരി സത്യമായി ഞെട്ടിപ്പോയിരുന്നു. ഇത്ര തുറന്ന് മുഖത്ത് നോക്കി ഒരാൾ പറയുക, നീ മരിച്ചിട്ട് നിന്റെ ഭാര്യയെ എനിക്ക് വേണമെന്ന്. വടി കൊടുത്ത് അടി വാങ്ങിയിരിക്കുന്നു താൻ. അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഹരി ശ്രമിച്ചത്. സത്യത്തിൽ അയാൾ വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഇപ്പോഴും അയാൾ തന്നെ കാത്തിരിക്കുന്നു എന്ന അറിവുമാണ് നന്ദയെ കൂടുതൽ അസ്വസ്ഥതയാക്കുന്നതെന്ന് ഹരി വിശ്വസിക്കുന്നു. ആ മുകുന്ദൻ അന്ന് വന്നു പോയതിൽ പിന്നെ ശരിയായ ഒരു സന്തോഷം നന്ദയുടെ മുഖത്ത് കണ്ടതേയില്ല. മറ്റൊരു വിവാഹം കഴിച്ചു പോന്നവൾക്ക് പിന്നാലെ എന്തിനീ പരക്കം പാച്ചിൽ? അതാണ് മനസ്സിലാവാത്തതും. അതുകൊണ്ട് തന്നെ ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് കരുതി. തന്റെ ഭാര്യയെ ഇനി ഏതായാലും അയാൾക്ക് തിരിച്ച് കിട്ടുകയില്ല. പിന്നെ എന്തിനയാൾ ജീവിതം പാഴാക്കണം? മറ്റൊരുവളെ വിവാഹം കഴിക്കുക, ഒരു ഭാര്യ, ഒരു കുഞ്ഞ്, ജീവിതം, ഇതൊക്കെ അയാൾക്ക് ഇനി ലഭിക്കുന്ന സൗഭാഗ്യങ്ങളല്ലേ. എന്തിനു തട്ടിക്കളയണം? അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാമെന്നായിരുന്നു കരുതിയത്. താൻ മരിച്ച സ്ഥലം കാലിയാക്കണമെന്നായിരുന്നു അയാളുടെ നിർദ്ദേശം. വല്ലാതെ വിളറി വിയർത്താണ് ഹരി പിന്മാറിയത്. ഉണ്ണികൃഷ്ണൻ വെറുതെ ചിരിച്ചു, ഹരിയുടെ പരാജയം ഓർത്ത്. അങ്ങനെ പറഞ്ഞതിൽ ഒരു ക്രൂരമായ സംതൃപ്തിയും തോന്നി അയാൾക്ക്. ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചതും അയാളുടെ മറുപടിയും ഹരി സ്വന്തം ഹൃദയത്തിൽ മാത്രം ഒതുക്കി നിർത്തി. നന്ദയോട് സൂചിപ്പിച്ചതുപോലുമില്ല. രാത്രിയിൽ പക്ഷേ അയാൾക്ക് തീരെ ഉറങ്ങാനായില്ല. നിങ്ങൾ മരിക്കണമെന്ന്, എന്നിട്ട് നന്ദ എന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന്. തന്റെ മുഖത്തേക്ക് നോക്കി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അയാൾ പറഞ്ഞ വാക്കുകൾ. അയാളെക്കുറിച്ച് താൻ ധരിച്ചതൊക്കെ എത്ര തെറ്റ്. അയാളോട് സംസാരിക്കാനേ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അത് ചീപ്പായി പോയില്ലേ? തന്റെ ഭാര്യയുടെ മനസ്സ് എത്ര നാളായിട്ടും പിടിച്ചെടുക്കാൻ കഴിവില്ലാതിരുന്നിട്ടല്ലേ അന്യൊരുത്തനോട് ചെന്ന് അയാൾ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത്? ഛേ,
ചേ കഷ്ടം. കുട്ടികൾ ആഹാരം കഴിച്ചു കഴിഞ്ഞു. കിടക്കും മുമ്പ് അവർ അല്പം കൂടി ഹോംവർക്ക് ഉള്ളത് ചെയ്യാനിരുന്നു. നന്ദ വന്ന് ഹരിയെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. ഊണ് കഴിക്കുമ്പോൾ ഹരി നന്ദയെ ശ്രദ്ധയോടെ നോക്കി. എന്താ ഈ നോട്ടം പതിവില്ലാതെ എന്ന മട്ടിൽ നന്ദ ഹരിയെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ നന്ദ? ഹരി ചോദിച്ചു. കഴിയുന്നതും ഹരിയോട് സത്യം മാത്രമേ പറയാറുള്ളൂ ഞാൻ. എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഞാൻ മരിക്കണമെന്ന് നന്ദ ആഗ്രഹിക്കുന്നുണ്ടോ? നന്ദ ഞെട്ടലോടെ ഹരിയെ നോക്കി. ഞാൻ മരിച്ചാൽ നന്ദയ്ക്ക് ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമല്ലോ. എന്റെ ഈശ്വര, നന്ദയ്ക്ക് ഹൃദയത്തിൽ ഒരു വാൾ വീശിയതുപോലെ തോന്നി. പറയൂ, നന്ദ അത് ആഗ്രഹിക്കുന്നുണ്ടോ? നന്ദ ഊണ് മതിയാക്കി എഴുന്നേറ്റ് കൈകൾ കഴുകി. അവൾ വേഗം മുറിവിട്ടിറങ്ങി. ഹരിയു ഊണ് മതിയാക്കി. കൈ കഴുകി അയാൾ ചെല്ലുമ്പോൾ സ്വന്തം മുറിക്കുള്ളിൽ നിന്ന് വിമ്മി പൊട്ടി കരയുകയായിരുന്നു നന്ദ. എന്താണ് ഈ കരച്ചിലിനർത്ഥം? ഹരി വിചിന്തനം ചെയ്തു. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നോ അതോ ഇല്ലെന്നോ? ഹരി തന്റെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം നന്ദ സ്കൂളിലായിരുന്നു. സ്കൂളിലേക്കാണ് ഫോൺ വന്നത്. മഹിളാമണി ടീച്ചർ നന്ദ വന്നപ്പോൾ ധൃതിയിൽ പറഞ്ഞു, ഏതോ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലോ? ആരാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്? വെപ്രാളത്തോടെ നന്ദ റിസീവർ വാങ്ങി. ഹലോ, നന്ദയാണോ? ഞാൻ ഡോക്ടർ ജെയിംസ് ആണ്. ഫോണിലൂടെ കേട്ടു. എന്താ ഡോക്ടർ? നന്ദ ഉദ്വേഗത്തോടെ ചോദിച്ചു. ഹരി ഇവിടെ അഡ്മിറ്റ് ആണ്. എന്താ? എന്തു പറ്റി ഹരിക്ക്? നന്ദ വരൂ, പറയാം, ഡോക്ടർ പറഞ്ഞു. പ്ലീസ് ഡോക്ടർ, എന്താണെന്ന് പറയൂ. നന്ദയ്ക്ക് കൂടുതൽ പരിഭ്രമമായി. ഭയപ്പെടാനൊന്നുമില്ല, താൻ വരൂ, അല്പം സംസാരിക്കാനുണ്ട്, അത്രേ ഉള്ളൂ, ഡോക്ടർ പറഞ്ഞു. നന്ദയ്ക്ക് വിശ്വാസമായില്ല. അവൾ മഹിളാമണി ടീച്ചറിനോട് വിവരം പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. സ്കൂട്ടർ തന്റെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. വല്ലയിടത്തും കൊണ്ടുപോയി ഇടിപ്പിക്കുമോ എന്ന് പോലും ഭയന്നു. വണ്ടി ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ വല്ല വിധേനയും അവൾ എത്തിച്ചു. നേരെ ഡോക്ടർ ജെയിംസിന്റെ റൂമിലേക്ക് ഓടി. ഡോക്ടർ ഒരു പേഷ്യന്റിനെ പരിശോധിക്കുകയാണ്. നന്ദ പക്ഷേ ഓടിക്കയറി ചെന്നു. ഡോക്ടർ, ഹരി എവിടെ? അവൾ വിയർത്തു കുളിച്ചിരുന്നു. പരവേഷത്തോടെ ചോദിച്ചു. റൂം നമ്പർ 214 ചെന്നോളൂ, ഡോക്ടർ പറഞ്ഞു. നന്ദ എടുത്തോടി. 214 ഹരി ബെഡിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. അരികിൽ ടോണിയുണ്ട്. എന്താ? എന്തു പറ്റി ഹരിക്ക്? നന്ദ അടുത്തേക്ക് ചെന്നു. സാർ ഉറങ്ങുവാണ്, ടോണി പറഞ്ഞു. സെഡേഷനിലാണ്. എന്തു പറ്റിയെന്ന് പറയൂ. തലവേദനയെന്ന് പറഞ്ഞു. സൈറ്റിൽ നിൽക്കെ വല്ലാണ്ട് പൊളഞ്ഞു. കുറച്ചു നാളായി പലപ്പോഴും സാർ ഇത് പറയുന്നുണ്ട്. നല്ല ഡോക്ടർമാരെ കാണണമെന്ന് ഞാൻ പലതവണ പറഞ്ഞു, കേട്ടില്ല. ഇന്ന് വിഷമം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാമെന്ന്. ആൾ സമ്മതിക്കണ്ടേ? ഇവിടെ വന്നാൽ മതിയെന്ന് വല്ലാത്ത നിർബന്ധം. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. നന്ദയുടെ മുഖമാകെ വിളറി വിയർത്തു. എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഉച്ചയ്ക്ക് മുമ്പ്. എന്നിട്ട് ഇപ്പോഴാണോ എന്നെ അറിയിക്കുന്നത്? നന്ദ ശബ്ദമുയർത്തി. സാർ ഒന്ന് സമ്മതിക്കണ്ടേ? വേണ്ടാന്ന് ഒരേ നിർബന്ധം പോരെ? തന്നെയല്ല, ഇത്രയും സമയം പരിശോധനയായിരുന്നു. തലവേദന എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന തരവും ഉണ്ട്, ടോണി പറഞ്ഞു. നന്ദയുടെ ഉള്ളിൽ പയ്യെ പയ്യെ ഒരു ഭീതി ചേക്കേറി. അത് ഭീമാകാരമായി വളർന്നു വലുതാകാൻ തുടങ്ങി. ശരിയാണ്, പലപ്പോഴായി തലവേദന എന്ന് ഹരി പറയുന്നു. സൂക്ഷിക്കേണ്ടുന്ന തരം തലവേദനകളുമുണ്ട്. അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന തലവേദന. എന്റെ ഈശ്വര, ഇന്നലെ രാത്രിയിലത്തെ ചോദ്യം. ഞാൻ മരിക്കണമെന്ന് നന്ദ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മരിച്ചാൽ നന്ദയ്ക്ക് ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമല്ലോ. താൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ ആശിച്ചിട്ടില്ല. എന്നിട്ടും ഹരി എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? ഇനി ഞാൻ പൊയ്ക്കോട്ടെ, സൈറ്റിൽ ആരുമില്ല, അതാണ്, ടോണി പറഞ്ഞു. നന്ദ തലയാട്ടി സമ്മതം നൽകി. ടോണി പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു അറ്റൻഡർ വന്ന് പറഞ്ഞു, ടീച്ചറിനെ ഡോക്ടർ വിളിക്കുന്നു. ഈ റൂമിൽ മറ്റാരുമില്ലല്ലോ, നന്ദ പറഞ്ഞു. പിന്നെങ്ങനെ ഞാൻ വരും? സെഡേഷൻ കൊടുത്ത് ഉറങ്ങുമല്ലേ, ഉടനെ ഉണരുകയില്ല. പിന്നെന്തിനാ കൂടെ ആള്? പെട്ടെന്ന് പോരാലോ. ഡോക്ടർ എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനാണ് വിളിക്കുന്നത്, അയാൾ പറഞ്ഞു. നന്ദ അയാളോടൊപ്പം ഇറങ്ങി. ഡോക്ടർ ജെയിംസിന്റെ റൂമിൽ വന്നു. നന്ദ ഇരിക്കൂ, ഡോക്ടർ പുഞ്ചിരിച്ചു. എന്താ ഡോക്ടർ ഹരിക്ക് പറ്റിയത്? എന്താണ് ഹരിയുടെ രോഗം? നന്ദ ഉത്കണ്ഠ തിങ്ങിയ ഭാവത്തിൽ തന്നെ ചോദിച്ചു. ഹരിക്ക് പറ്റിയതും ഹരിയുടെ രോഗവും ഒന്നാണ്. 2 അക്ഷരം, നന്ദ. നന്ദ എന്ന നിങ്ങൾ, അതാണ് ഹരിയുടെ രോഗം, ഡോക്ടർ പുഞ്ചിരിച്ചു. നന്ദ നെറ്റി ചുളിച്ചു. മനസ്സിലായില്ല അല്ലേ? വിശദീകരിക്കാം. ഡോക്ടർ ജെയിംസ് അല്പം നർമ്മത്തോടെ നാടകീയതയോടെയാണ് സംസാരിച്ചത്. നിങ്ങളുടെ ഹിന്ദു പുരാണമില്ലേ, രാമായണം? ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. ചെറുപ്പത്തിലെ പാഠപുസ്തകങ്ങളിൽ പല കഥകളുണ്ടല്ലോ. രാമായണത്തിലെ ഒരു ഭാഗമുണ്ടതിൽ പഠിക്കാൻ. അതും ഹരിയുടെ രോഗവുമായിട്ട് എന്ത് ബന്ധം? രോഗവിവരം ചോദിക്കുമ്പോഴാണോ
രാമായണം കഥ. നന്ദയ്ക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല. അതിലൊരു കഥാപാത്രമുണ്ട്, ലക്ഷ്മണൻ. ഡിയാൻ 14 കൊല്ലം ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയത്രേ. കാട്ടിൽ കഴിഞ്ഞിരുന്ന 14 കൊല്ലം. കുടിലിനുള്ളിൽ ഉറങ്ങുന്ന ശ്രീരാമനും സീതയ്ക്കും കാട്ടിലുള്ള ജന്തുക്കളിൽ നിന്നോ രാക്ഷസരിൽ നിന്നോ ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ ആണാ കാവൽ. ആ കാവൽ 14 വർഷം തുടർന്നു. രസം അതല്ല, ഈ 14 വർഷം ഇമ്മ ചിമ്മാതിരുന്നിട്ടും ഡിയാന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കാരണമായി പുരാണത്തിൽ തന്നെ ഒരു അനുബന്ധ കഥയുണ്ട്. ഈ പറയുന്ന ലക്ഷ്മണൻ പാലാഴിയിൽ കിടക്കുന്ന അനന്തൻ എന്ന സർപ്പമാണത്രേ. സർപ്പങ്ങൾ കണ്ണിയമ്മാറില്ല, കാരണം അവയ്ക്ക് കൺപോളകളില്ല. ആയതിനാൽ ഉറങ്ങാനാവുന്നുമില്ല. ഉറങ്ങിയാൽ അവയ്ക്ക് കാണുകയും ആവാം. അനന്തന്റെ പുനർജന്മമാണത്രേ മേലപ്പടി ലക്ഷ്മണൻ. നന്ദ ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നാൽ ഇവിടെ ഈ കഥയ്ക്കൊരു അനുബന്ധം കൂടിയുണ്ട്. നമ്മുടെ ഹരി പാവം, അയാൾ അനന്തന്റെ തിരുവവതാരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കൺപോളകളുണ്ട്. പക്ഷേ ഇമ ചിമ്മാതെ ഉറങ്ങാതെ അയാൾ രാത്രി കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് മുഴുവൻ വെയിൽ കൊള്ളുന്നു. വീണ്ടും ഉറങ്ങാതെ രാത്രി കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് നീങ്ങിയപ്പോൾ അയാളുടെ ഞരമ്പുകളും തലച്ചോറും ഒക്കെ പണിമുടക്കി തുടങ്ങി, പ്രതിഷേധിച്ചു തുടങ്ങി. അതിന്റെ ബഹിർസ്ഫുരണമാണ് ഈ തലവേദന ഇത്ര ശക്തമായി അയാളെ ആക്രമിച്ച് വിഷമിപ്പിക്കുന്നത്. നന്ദയ്ക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഡോക്ടർ ജെയിംസ് കഥ നിർത്തി. ഹരി രാത്രിയിൽ ഉറങ്ങുന്നില്ല, അതുകൊണ്ട് ശക്തമായ തലവേദന ഉണ്ടായി. നന്ദ പറഞ്ഞു. ഓഹോ, മൈ ഗുഡ്നസ്, ഇത്രയും 2 സെന്റൻസ് പിടികിട്ടി. ഞാൻ ഇത്രയും വലുതായി കഥ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. ഹരി എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല, അക്കാര്യം നന്ദയ്ക്കറിയാമോ? നന്ദ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അയാളൊരു മനുഷ്യനാണ് എന്റെ ടീച്ചറെ. മജ്ജയും മാംസവും വികാരങ്ങളും ഒക്കെയുള്ള പച്ചയായ മനുഷ്യൻ. അത് നന്ദയ്ക്ക് ഇന്നോളം മനസ്സിലായിട്ടില്ല. ഉവ്വോ? ഇത്ര തുറന്നുള്ള ഒരു ചോദ്യം നന്ദ പ്രതീക്ഷിച്ചതേയില്ല. നന്ദ വന്നത് അയാളുടെ മക്കളെ പ്രതിയാണ്. അയാൾ സന്തോഷത്തോടെ അയാളുടെ മക്കളെ നന്ദയ്ക്ക് വിട്ടു തന്നു എന്ന് കരുതി അയാൾക്ക് മക്കളെ ഉപേക്ഷിക്കാനാവുമോ? അയാൾക്ക് മക്കളുടെ പരിചരണവും സാമീപ്യവും നിഷേധിക്കാൻ നന്ദയ്ക്ക് എന്താണ് അവകാശം? ഡോക്ടർ ജെയിംസ് ഗൗരവപ്പെട്ടു. ഡോക്ടർ, ഞാൻ നന്ദ അമ്മരുന്നു. നന്ദ വരുന്നതിന്റെ തലേന്ന് വരെ അയാൾ കിടന്നുറങ്ങിയിരുന്നത് കുഞ്ഞുങ്ങൾക്കൊപ്പമാണ്. ഭാര്യ മരിച്ചുപോയ അയാളുടെ ഏക ആനന്ദം ആ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും അവരോടൊപ്പമുള്ള ഉറക്കവുമായിരുന്നു. നന്ദയുടെ തലച്ചോറ് ഒരു വിസ്ഫോടനം നടന്നു. അയാൾ വിവാഹം കഴിച്ചത് തനിക്കൊരു കൂട്ടും മക്കൾക്കൊരമ്മയും എന്ന നിലയിലാണ്. നന്ദ മക്കൾക്ക് അമ്മയായി, അയാൾക്ക് കൂട്ട് നിഷേധിച്ചു. പക്ഷേ ഒപ്പം നന്ദ അയാൾക്ക് മക്കളെ നിഷേധിച്ചു. ശരിയല്ലേ? കണ്ണും വായും പിളർന്നു പോയി നന്ദയ്ക്ക്. മക്കളോടൊപ്പം അയാൾ കിടന്നാൽ നന്ദയെ ആക്രമിക്കുമോ എന്ന് നന്ദ ഭയന്നു. അയാൾ ചെറുപ്പക്കാരനല്ലേ? സംഭവിക്കാവുന്ന ഒരു സത്യം. അതുകൊണ്ട് അയാൾ കിടപ്പ് മാറ്റി. പക്ഷേ അയാളുടെ മനസ്സ്, ഹൃദയം ആ കുഞ്ഞുങ്ങളുടെ സാമീപ്യമെങ്കിലും കിട്ടാൻ ആശിച്ചു. അത് കിട്ടാതെ അയാൾക്ക് ഉറങ്ങാനാവില്ലെന്നായി. രാത്രിയുടെ അന്ത്യയാമം വരെ അയാൾ മിക്കപ്പോഴും അടച്ചിട്ട മുറിക്കുള്ളിലൂടെ ചുറ്റി നടന്നുഴറി. ഉറക്കം നഷ്ടപ്പെടുന്ന അയാളുടെ ഞരമ്പുകളും ബ്രെയിനും വല്ലാതെ ചൂട് പിടിച്ചു. ആ ചൂടിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ മറ്റു മരുന്നുകളില്ലാതെ വന്നപ്പോൾ അയാളുടെ മനസ്സിന്റെ ഒരു തോന്നലായി ശക്തമായ തലവേദന ഉണ്ടാകാൻ തുടങ്ങി. നന്ദയുടെ ശരീരം പോലും വിറച്ചു തുടങ്ങി. ഐ ആം കറക്റ്റ് നന്ദ? ഇതിനു മുൻപ് പലപ്പോഴും ഇയാൾ തലവേദന എന്ന് പറഞ്ഞു ഉറങ്ങാൻ കടന്നിട്ടില്ലേ? ഉവ്, നന്ദ ഓർക്കുന്നു. പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്. ഒരിക്കൽ താൻ ഇവിടെ വന്നതല്ലേ മരുന്നിന്? ശക്തമായ തലവേദന ഉണ്ടാകുമ്പോൾ ഒന്നുറങ്ങിയാൽ മതി മാറൂ എന്ന് പറഞ്ഞ് അയാൾ കിടക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. താൻ വന്നതിന് ശേഷമാണ് ഈ തലവേദന ഉണ്ടാകുന്നതെന്ന് ഹരി ഒരിക്കൽ പറഞ്ഞത് നന്ദ ഓർത്തു. നന്ദയെ വേണമെന്ന് എന്റെ മക്കൾ വല്ലാതെ ശാഠ്യം പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നെ വേണ്ടെന്നവർ പറഞ്ഞിട്ടില്ല. ഹരി പറഞ്ഞത് ഓർത്തു നന്ദ. എന്റെ മക്കളാണ് എന്റെ എല്ലാം. അവർക്കായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ഈ ബെഡിൽ എന്റെ കൈത്തണ്ടയിൽ കിടന്നാണവർ ഇന്നലെ വരെ ഉറങ്ങിയിരുന്നത്. ഇന്നു മുതൽ ഇവർക്ക് നന്ദയും കൂട്ടുണ്ട്. ആദ്യമൊക്കെ അച്ഛൻ കൂടെ കിടക്കണമെന്ന് മക്കൾ വാശി പിടിച്ചിരുന്നു. പിന്നെ അവരും വാശി പിടിക്കാതായി. താൻ അവരെ അത്രയേറെ താലോലിച്ചും വാത്സല്യപ്പിച്ചുമാണ് ഉറക്കാറുള്ളത്. പക്ഷേ അത് ഹരിയെ ഇത്രയേറെ ആഴത്തിൽ സ്പർശിച്ചുവെന്നോ? മക്കളുടെ സാമീപ്യമില്ലാഞ്ഞ് രാത്രിയിൽ ഉറങ്ങാനാവാതെ അയാൾ ഉഴറി നടക്കുകയായിരുന്നുവെന്നോ? എന്റെ ഈശ്വര, എന്തുകൊണ്ട് ഹരി അത് പറഞ്ഞില്ല? ഹരി മുറിക്കുള്ളിൽ കടന്നാൽ പിന്നെ ഉറങ്ങുകയാണോ നടക്കുകയാണോ എന്ന് താൻ എങ്ങനെ അറിയും പറയാതെ? മക്കളുടെ അകൽച്ച അയാളെ ഇത്രയേറെ ആഴത്തിൽ മുറിവായി നീറ്റുകയായിരുന്നു. പകരം നന്ദ അയാളോട് അനുഭാവപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ മജ്ജയും മാംസവും ഉള്ളൊരു ചെറുപ്പക്കാരന് മുൻപിൽ വാതിൽ കൊട്ടി അടച്ചു കിടന്നുറങ്ങുക
അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്, പ്രത്യേകിച്ച് ഭാര്യയാണെന്ന് ഒപ്പുവെച്ചതിന് ശേഷം. അത് നന്ദ പൂർവാധികം വിളറി. പല കണ്ടീഷനുകളും നന്ദ വെച്ചിട്ടുണ്ടാകാം, ഹരി സമ്മതിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ജീവിതത്തിന് പുറത്തു വെച്ചാണ് നന്ദ. വിവാഹം നടന്നതോടെ നിങ്ങൾ പരസ്പരം ബന്ധിതരായി, ജീവിതത്തിനുള്ളിലായി, ഒരു വീടിനുള്ളിലായി, ഒരു മുറിക്കുള്ളിലായി. പിന്നെന്ത് കണ്ടീഷൻ, എന്ത് അകൽച്ച, എത്ര വിഡ്ഢിത്തമാണിതൊക്കെ. നന്ദം ഇടയിറക്കി. ഈ ജീവിതം മുമ്പോട്ട് ഇങ്ങനെ പോയാൽ വലിയൊരു അപകടത്തിൽ ഇത് അവസാനിക്കും. രോഗമുണ്ടെന്ന ഹരിയുടെ ഈ തോന്നൽ യാഥാർത്ഥ്യമാകാൻ ഇനി അധിക നാൾ വേണ്ടി വരില്ല. നന്ദയ്ക്ക് നെഞ്ചിടിപ്പ് കൂടി. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഹരിയെ രക്ഷിക്കേണ്ട ചുമതല എനിക്ക് കൂടിയുണ്ട്. ഡോക്ടർ ജെയിംസ് പറഞ്ഞു. ഞാൻ 2 നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. 2-1 നന്ദ അനുസരിച്ചേ മതിയാകൂ. കർക്കശമായിരുന്നു ഡോക്ടറുടെ സ്വരം. നന്ദ ഡോക്ടറെ നോക്കി. 1, പഴയ കണ്ടീഷൻ നന്ദ മറക്കണം. ഹരിയുടെ ഭാര്യയായി ജീവിതം തുടങ്ങണം, എല്ലാ അർത്ഥത്തിലും. നന്ദയുടെ ഞരമ്പുകൾ ഒന്ന് വലിഞ്ഞു മുറുകി നിന്നു. തൊട്ടാൽ പൊട്ടുമെന്ന മട്ടിൽ. അത് പറ്റില്ലെങ്കിൽ നന്ദ മടങ്ങിപ്പോകണം, എത്രയും വേഗം. കൂടം കൊണ്ട് തലയ്ക്കടിയേറ്റതുപോലെ തോന്നി നന്ദയ്ക്ക്. തലയ്ക്കൊരു മരവിപ്പ്. വെട്ടി വിയർത്തുകൊണ്ട് നന്ദ ഡോക്ടർ ജെയിംസിനെ നോക്കി. പറയൂ, 2-1 നന്ദയ്ക്ക് തീരുമാനിക്കാം. താമസിച്ചുകൂടാ. ഒരു ഭാര്യ എന്ന നിലയിൽ അയാളെ പരിചരിക്കുമെങ്കിൽ അയാൾക്ക് നന്ദയും മക്കളെ ഒരുമിച്ച് കിട്ടും. അതാണ് പൂർണ്ണമായി എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന തീരുമാനം. ഡോക്ടർ ജെയിംസ് തുടർന്നു. പക്ഷേ നന്ദ ഇവിടെ ആരും കമ്പൽ ചെയ്യില്ല. കമ്പൽ ചെയ്താൽ ശരിയാകുന്ന ഒന്നല്ല താനും ഇത്. തീരുമാനിക്കുക, ആലോചിച്ച് സ്വയം. അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ മക്കളെയെങ്കിലും മടക്കി കൊടുക്കുക. അയാൾ ഉറങ്ങട്ടെ, ജീവിക്കട്ടെ. അയാളുടെ മക്കളെയും ജീവിതവും ഒക്കെ നിഷേധിക്കാൻ നന്ദയ്ക്ക് ആരും അധികാരം തന്നിട്ടില്ല. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായി കരുതി അയാൾ മറക്കട്ടെ. നന്ദയും മറക്കുക. അതും ഉചിതമായൊരു തീരുമാനമാണ്. സന്തോഷം അല്പം കുറയുമെന്ന് മാത്രം. നന്ദ തളർന്ന പാദങ്ങൾ നീക്കി വെച്ച് മെല്ലെ വാതിക്കലേക്ക് നീങ്ങി. നന്ദ, ഒരു കാര്യം കൂടി, ഡോക്ടർ പറഞ്ഞു. നന്ദ അതേപടി നിന്നു, തിരിഞ്ഞു നോക്കാതെ. തീരുമാനം പ്ലസ് ആണെങ്കിൽ മാത്രം നന്ദ ഇനി റൂം നമ്പർ 211 പോയാൽ മതി. നന്ദ രൂക്ഷമായി ഡോക്ടർ ജെയിംസിനെ നോക്കി. ഡോക്ടർ അതത്ര കാര്യമാക്കിയില്ല. കാരണം ഹരി ഇപ്പോൾ എന്റെ പേഷ്യന്റാണ്. പേഷ്യന്റിന് ദോഷമായി വരുന്നതൊന്നും ഒരു ഡോക്ടർ അനുവദിക്കാൻ പാടില്ല. അതാണ് കാര്യം. തീരുമാനം മൈനസ് ആണെങ്കിൽ നന്ദയ്ക്ക് വന്ന വഴി തന്നെ പോകാം. ഇനി ഒരിക്കലും ഹരിയുടെ മുൻപിൽ എത്താതിരുന്നാൽ മാത്രം മതി. അയാളെ ഞാൻ രക്ഷിച്ചെടുത്തോളാം. ഓക്കെ? നന്ദ കിതപ്പോടെ വാതിൽ തുറന്നിറങ്ങി. വാതിലിനപ്പുറത്ത് രേവതി ടീച്ചർ. എല്ലാം കേട്ടു എന്ന് സ്പഷ്ടം. നന്ദ നിന്നുപോയി. ഞാൻ അല്പസമയമായി വന്നിട്ട്, രേവതി ടീച്ചർ പറഞ്ഞു. നിന്നെ ഞാൻ സ്കൂളിലേക്ക് വിളിച്ചിരുന്നു. മഹിളാമണിയാണ് ഹരി ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം പറഞ്ഞത്. അപ്പോഴേ പോരുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. അദ്ദേഹം പറഞ്ഞതാണ് ശരി. ഉത്തരം പ്ലസ് ആണെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ വരൂ, നമുക്ക് തിരിച്ചു പോകാം അറക്കലേക്ക്. അല്പം ശാസന സ്വരത്തിൽ തന്നെയാണ് രേവതി ടീച്ചർ പറഞ്ഞത്. നന്ദ ഭിത്തിയിൽ പിടിച്ചു മെല്ലെ മുൻപോട്ട് നീങ്ങി. ഒപ്പം ടീച്ചറും. നന്ദേ, നീ വിദ്യാഭ്യാസമുള്ളവളാണ്. കുഞ്ഞുങ്ങളെ സംസ്കാരം പഠിപ്പിക്കുന്നവളുമാണ്. ടീച്ചറാണ്. പക്ഷെ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ഭീമമായൊരു തെറ്റാണെന്ന് നിനക്കറിയാമോ? നന്ദ നിന്നു അമ്മയെ നോക്കി. നിനക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും എന്ന് കരുതി തെറ്റ് ശരിയാകുന്നില്ലല്ലോ, രേവതി ടീച്ചർ പറഞ്ഞു. ഹരിയുമായുള്ള വിവാഹം ആലോചിച്ചപ്പോൾ നീ അവനോട് കണ്ടീഷൻ വെച്ചു. താലി ഊരുന്നില്ലെന്ന് എന്നോടും പറഞ്ഞു. വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചതിന്റെ കാരണം തന്നെ ഒരുവന്റെ ഭാര്യയായി മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പഴയതൊക്കെ നീ മറക്കും എന്ന് വിശ്വസിച്ച് തന്നെയാണ്. ഹരിയും അങ്ങനെ പ്രതീക്ഷിച്ചു കാണും. പക്ഷേ ഹരിക്കും എനിക്കും തെറ്റുപറ്റി. കുറ്റപ്പെടുത്തലായി തന്നെ രേവതി ടീച്ചർ തുടർന്നു. ഒരുവന്റെ താലി ഊരാതെ മറ്റൊരുത്തന്റെ ഭാര്യയാവുക, അവന്റെ കൂടെ താമസിക്കുമ്പോഴും അന്യപുരുഷനെ ഓർക്കുക. പച്ച മലയാളത്തിൽ ഇതിന് പറയുന്ന പേരെന്താണ് നിനക്കറിയാമോ നന്ദ? നന്ദ നടക്കുകയാണ്. നീ ഇത്രയേറെ മനക്കരുത്തോടെ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. നിന്റെ ഈ തീരുമാനങ്ങളും ശല്യങ്ങളും ഒരുത്തനെ നശിപ്പിക്കുന്നു എന്ന് വന്നാൽ പിന്നെ വെച്ചൊഴിയുന്നതല്ലേ നല്ലത്. രേവതി ടീച്ചർ നന്ദയുടെ കയ്യിൽ പിടിച്ചു. നീ ഗോവണി കയറണ്ട, ഹരിയെ കാണുകയും വേണ്ട, നമുക്ക് പോകാം. സ്റ്റെയർ കേസിന് താഴെ എത്തിയിരുന്നവർ. നന്ദ അമ്മയെ നോക്കി. എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വഴിത്തിരിവുകളിലും അമ്മയുടെ ഈ ഷാട്ടി ഉണ്ടായിരുന്നു, നന്ദ പറഞ്ഞു. രേവതി ടീച്ചർ മകളെ നോക്കി. ഇനിയും വേണോ അമ്മയ്ക്ക് ഈ ഷാട്ട്യം? രേവതി ടീച്ചർ പിടിവിട്ടു. അമ്മ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അഖിലിന്റെയും അക്കുവിന്റെയും സ്കൂളിൽ പോണം. അവരെ വിളിച്ചുകൊണ്ട് വരണം. അത്രയും ചെയ്താൽ മതി. രേവതി ടീച്ചർ നന്ദയുടെ മുഖത്തേക്ക് തന്നെ നോക്കി.
അവൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് ടീച്ചറിന് തോന്നി. അവർ വേഗം പുറത്തേക്ക് ഇറങ്ങി. നന്ദ സ്റ്റെയർ കേസ് കയറി 211 നമ്പർ റൂമിലെത്തി. ഹരി അപ്പോഴും ഉണർന്നിട്ടില്ല. നന്ദ ഹരിയുടെ അരികിൽ കസേരയിട്ടിരുന്നു. ശരിയാകാം, ഹരിയുടെ മുഖത്ത് ഈ ഇടയായി നല്ല ക്ഷീണമുണ്ട്. മിക്കപ്പോഴും കൺപോളകൾ തടിച്ച മട്ടാണ്. വല്ലാത്ത വേദനയെന്ന് പറയുന്ന ദിവസങ്ങളിൽ ക്ഷീണം ഇരട്ടിക്കാറുമുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അത്താഴം പോലും കഴിക്കാറില്ല. ടെൻഷനും കൂടുതലാണ്. രേവതി ടീച്ചർ കുട്ടികളെയും കൊണ്ട് വന്നപ്പോഴേക്കും ഹരി ഉണർന്നിട്ടില്ല. അമ്മേ, അച്ഛൻ എന്നാ പറ്റിയമ്മേ? അഖിലും അക്കുവും ചോദിച്ചു. അച്ഛന് തലവേദന, നന്ദ പറഞ്ഞു. അഖിലും അക്കുവും ബെഡിൽ കയറി ഹരിയുടെ നെറ്റിയിലും മുഖത്തും ഒക്കെ ഉമ്മകൾ കൊണ്ട് മൂടി. ഇരുവരിലും സങ്കടം നിറഞ്ഞു. അച്ഛൻ എപ്പോഴാ സുഖാവുമ്മേ അമ്മേ? സാരമില്ലട മക്കളെ, നന്ദ അവരെ ആശ്വസിപ്പിച്ചു. മക്കൾ മുത്തശ്ശിയോടൊപ്പം വീട്ടിലേക്ക് പോകണം. ആഹാരമൊക്കെ കഴിച്ച് പഠിക്കണം. അച്ഛൻ ഉണർന്നാലുടനെ ഞാനും അച്ഛനും കൂടി എങ്ങ് വരും. അഖിൽ സമ്മതിച്ചു. അഖിൽ സമ്മതിച്ചത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അക്കുവും സമ്മതിച്ചു. രേവതി ടീച്ചറും കുട്ടികളും ശ്രീനിലയത്തിലേക്ക് പോയി. 5:30 കഴിഞ്ഞു. ഹരി മെല്ലെ ഉണർന്നപ്പോൾ നന്ദ അരികിലിരിക്കുന്നത് കണ്ട് ഹരിക്ക് വിസ്മയമായി. നന്ദ എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ വിളിച്ചു. ഛേ, ഞാൻ അയാളോട് പറഞ്ഞതാണല്ലോ നന്ദയ്ക്ക് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നു. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ആര് പറഞ്ഞു? ഈ ഹോസ്പിറ്റലിലേക്കുള്ള വരവും ശുശ്രൂഷയും ഒക്കെ ബുദ്ധിമുട്ടല്ലേ നന്ദയ്ക്ക്? എനിക്ക് വൈറൽ ഫീവർ വന്നപ്പോൾ ഹരി എന്നെ ശുശ്രൂഷിച്ചില്ലേ? ബുദ്ധിമുട്ടായി തോന്നിയോ അത്? ഹരി വിളറിയ ചിരി പാസാക്കി. ഹരി ഉണർന്നു എന്ന് ഞാൻ ചെന്ന് പറയാം. ഡിസ്ചാർജ് കിട്ടിയാ പോകാമല്ലോ, നന്ദ പറഞ്ഞു. ആ പോകാം, ഞാനും വരാം. ഡിസ്ചാർജ് വാങ്ങി അതുവഴി അങ്ങ് പോകാമല്ലോ. ഹരി എഴുന്നേറ്റ് കഴിഞ്ഞു. ഹരി ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയി ഡിസ്ചാർജ് വാങ്ങി വരാം. ശരി, അയാൾ സമ്മതിച്ചു. നന്ദ നീങ്ങി. അവൾ ഡോക്ടർ ജെയിംസിന്റെ ഡ്യൂട്ടി റൂമിലെത്തി. നന്ദ പോയില്ലേ? അതെന്താ പോകാതിരുന്നത്? ഡോക്ടർ അവളെ കണ്ടപ്പോൾ ചോദിച്ചു. നന്ദ മറുപടി പറഞ്ഞില്ല. ഇയാൾ എന്തെങ്കിലും കരുതട്ടെ. നന്ദ ഒരു നല്ല തീരുമാനത്തിന് തറക്കല്ലിട്ടു എന്ന് ഞാൻ കരുതട്ടെ. നന്ദയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടവൾ ഡിസ്ചാർജിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. ഡിസ്ചാർജോ? ആര് പറഞ്ഞു അയാളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നെന്ന്? അല്ലാതെ പിന്നെ 3 നേരം ഇഞ്ചക്ഷൻ ഉണ്ട് അയാൾക്ക്. കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ചില ടെസ്റ്റുകൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യാനാവൂ. അതെന്താ ഡോക്ടർ ഇനിയും ടെസ്റ്റുകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഹരിക്ക് മറ്റെന്തെങ്കിലും അസുഖം? നന്ദയുടെ കണ്ണുകളിൽ സംശയം തിങ്ങി. മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നറിയണമെങ്കിൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കണ്ടേ? 5 ദിവസം ഇവിടെ കിടക്കേണ്ടതായി വരും. നന്ദയുടെ മുഖം മങ്ങി. അക്കുവിന്റെയും തന്റെ അസുഖം കാരണം കുറെ ദിവസം ലീവ് എടുത്തതാണ് ഈയിടെ. വീണ്ടും ചെന്ന ഉടനെ ലീവ് എടുക്കുന്നത് എങ്ങനെ? റെസ്റ്റ് വീട്ടിലായാലും പോരെ ഡോക്ടർ? എനിക്ക് ലീവിന്റെ കാര്യം. നന്ദയൊന്ന് നിർത്തി. വീട്ടിലായാൽ പോരാ, അത് ശരിയാവില്ല. മാത്രമല്ല ടെസ്റ്റും റെസ്റ്റും ഒക്കെ പറഞ്ഞത് ഹരിക്കല്ലേ. നന്ദ എന്തിനു ലീവ് എടുക്കുന്നു? പോകാലോ സ്കൂളില്. നന്ദ ഡോക്ടറെ തെല്ലം മൂന്ന് കൂർപ്പിച്ചൊന്ന് നോക്കി. പിന്നെ തിരിച്ചിറങ്ങി. നന്ദ റൂമിൽ ചെന്ന് ഹരിയോട് വിവരം പറഞ്ഞു. ഷോ, നന്ദയ്ക്ക് വീണ്ടും ബുദ്ധിമുട്ടായല്ലേ? ഹരി ചോദിച്ചു. നന്ദ മുഖം തിരിച്ചു. ഈ ഡോക്ടറുടെ ഒരു കാര്യം, ഇങ്ങോട്ട് വന്നതേ അബദ്ധമായി. ഒരു കാര്യം ചെയ്യാം നന്ദ, നമുക്ക് പോയേക്കാം. ഡോക്ടറുടെ അനുവാദം എന്തിന്? അത് ശരിയാവില്ല ഹരി. എന്നാൽ നന്ദ പോയിക്കോളൂ, ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ. എനിക്ക് അവശതയൊന്നും ഇല്ലാതാനും. നന്ദ ഇവിടെ നിൽക്കണ്ട. കാണാഞ്ഞാൽ കുട്ടികൾ വിഷമിക്കും. ഹരിയെ കാണാഞ്ഞാലും അവർ വിഷമിക്കില്ലേ? അവർക്കിപ്പോൾ നന്ദയല്ലേ എല്ലാം. ഹരിക്കതിൽ വിഷമമുണ്ടോ? ഹേയ്, എന്തിന്? അഖിലും അക്കുവും എന്നോട് കൂടുതൽ അടുപ്പം കാട്ടുന്നതിൽ. എന്താ നന്ദേ ഇങ്ങനൊരു ചോദ്യം? എന്റെ മക്കൾക്ക് നന്ദയെ ജീവനാണ്. നന്ദയ്ക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ. പെറ്റമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിനുപരിയായുള്ള ഒരു അറ്റാച്ച്മെന്റ്. അങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഹരി ചിരിക്കാൻ ശ്രമിച്ചു. ചിരിക്കുകയാണ് അയാൾ. പക്ഷേ ആ ചിരിക്കപ്പുറത്ത് നഷ്ടങ്ങളുടെ നേരിയ നൊമ്പരം അയാളെ ശ്രദ്ധയോടെ പഠിച്ച നന്ദ തിരിച്ചറിഞ്ഞു. അയാളുടെ മിഴികളിലെ നേരിയ നനവും അറിഞ്ഞു. അത് തന്നിൽ നിന്നും മറയ്ക്കാൻ അയാൾ സമർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും അവൾ അറിഞ്ഞു. ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? അലിവോടെ അവൾ ചോദിച്ചു. ഹരി നന്ദയെ നോക്കി. എന്താ ഇങ്ങനൊരു ചോദ്യം? ഹരി ചോദിച്ചു. അവർക്ക് പഠിക്കാനില്ലേ? തന്നെയല്ല, ഇവിടെ അവർക്ക് ശരിയാകില്ല. അവർക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം എന്റെ സാമീപ്യമല്ല, നന്ദയുടെ സാമീപ്യമാണ്. സത്യം പറഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിലും അവർക്കത് പ്രശ്നമല്ലാതായിരിക്കുന്നു. ഹരിയുടെ മിഴികളിലെ നനവിന് അല്പം കൂടി തിളക്കം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നന്ദ അറിഞ്ഞു. നന്ദയുടെ ഹൃദയത്തെ അപ്പാടെ ആ നനവ് ചൂഴ്ന്നു പിടിച്ചു. തന്റെ മിഴികൾ നനയുന്നുണ്ടെന്ന് അവൾ ഭയന്നു. സന്ധ്യയായപ്പോൾ ഹരി വീണ്ടും നിർബന്ധിച്ചു. നന്ദ പൊയ്ക്കോളൂ. ഇവിടെ നിന്നാലും നന്ദ വിഷമിക്കും, കിടക്കാനും മറ്റും.
അല്ല, ഈ റൂമല്ലേ ഉള്ളൂ. ഹരി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നന്ദയ്ക്ക് മനസ്സിലായി. രാത്രിയായാൽ ഈ ഒരു റൂമിൽ ഒരുമിച്ച് കഴിയേണ്ടതായി വരും. തനിക്കത് ബുദ്ധിമുട്ടാകും. നന്ദ തന്റെ കൈനറ്റിക് ഹോണ്ടയിൽ ശ്രീനിലയത്തിലേക്ക് പോന്നു. രേവതി ടീച്ചറിനോട് അഖിലും അക്കുവും നന്നായി ഇണങ്ങി കഴിഞ്ഞിരുന്നു. അവർക്കരികിലിരുന്ന് ഇരുവരും സന്ധ്യാനാമം ജപിക്കുകയായിരുന്നു നന്ദ ചെല്ലുമ്പോൾ. അച്ഛൻ എന്തിയമ്മേ? അക്കു ചോദിച്ചു. അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് വരൂ കുട്ടാ, നന്ദ പറഞ്ഞു. അച്ഛൻ അത്രയ്ക്ക് വലിയ അസുഖമാണോ അമ്മേ? അഖിലിന്റെ മുഖം വാടി. നന്ദ അഖിലിനെ ചേർത്ത് പിടിച്ച് തലോടി. ആ ഡോക്ടർ അങ്കൾ നിർബന്ധിച്ച് കിടത്തിയതാ. 2 ഇഞ്ചക്ഷൻ കൊടുത്തിട്ടെ അച്ഛന് വിടൂന്നു. ഇഞ്ചക്ഷൻ എന്ന് കേട്ടപ്പോൾ അക്കു മുഖം ചുളിച്ചു. കണ്ണുകളും ഇറുക്കി പിടിച്ചു. യോ, അച്ഛന് വല്ലാണ്ട് വേദനിക്കും ഷോ, അവൾ പറഞ്ഞു. ചെറിയ സൂചി കൊണ്ട് കുത്താൻ പറയണേ, അഖിലൻ നിർദ്ദേശിച്ചു. നന്ദ സമ്മതിച്ചു. നീ എന്തിനേ എന്നിട്ട് പോന്നത്? രേവതി ടീച്ചർ ഒരിഷ്ടമില്ല ഭാവത്തിൽ നന്ദയെ നോക്കി. ആഹാരവും മറ്റത്യാവശ്യ സാധനങ്ങളും എടുക്കാൻ വന്നതാ ഞാൻ, നന്ദ പറഞ്ഞു. രേവതി ടീച്ചറിന്റെ മുഖം തെളിഞ്ഞു. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.